ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. സീഡ് ആൻഡ് സോയിൽ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1 ഇവിടെ എന്താണ് ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്? പാറു ലൗഡ് ഹെർ ഗ്രാൻഡ് മദർ വെരി മച്ച് ആൻഡ് കോൾ ഹെർ എച്ചു അമ്മ. ഗ്രാൻഡ് മദർ വെരി മച്ച് അല്ലേ. ഇപ്പോൾ ഗ്രാൻഡ് മദർ എന്നുള്ള ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ അണ്ടർലൈൻ വേർഡ്? എന്താണ് അതിൽ സ്പെഷ്യാലിറ്റി ഉള്ളത്? ഇത് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് 2 വേർഡ്സ് കൂടി ചേർന്നിട്ടുണ്ടാവുന്നത്. ഏതൊക്കെയാണ്? ഗ്രാൻഡും വരുന്നുണ്ട്, അതുപോലെ തന്നെ മദറും വന്നിട്ടുണ്ട്. കണ്ടോ, ഗ്രാൻഡ് മദർ അല്ലേ. ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണ്? ഗ്രാൻഡ് പ്ലസ് ഫാദർ അല്ലേ, ഗ്രാൻഡ് ഫാദർ അല്ലേ. അപ്പോൾ അങ്ങനെ 2 വേർഡ്സ് കൂടി ചേർന്നിട്ട് എന്താണ് ഒരു സിംഗിൾ മീനിങ് ഫുൾ വേർഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ. റെയിൻ കോട്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? റെയിൻ പ്ലസ് കോട്ട് അല്ലേ. റെയിന് കോട്ട് കൂടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? റെയിൻ കോട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പറയാം. ഇനി എന്താണ് ഇവിടെ താഴെ എന്താ കൊടുത്തിട്ടുള്ളത്? താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടി ചേർന്നത് പോലത്തെ വേർഡ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താ? ഇത് സണ്ണാണ്. സണ്ണും ഏതും കൂടി ചേർന്നു? ഫ്ലവറും കൂടി ചേർന്നു അല്ലേ. സണ്ണും ഫ്ലവറും കൂടി ചേർന്നപ്പോൾ എന്താ ഉണ്ടായത്? സൺഫ്ലവർ ഉണ്ടായി. ഇനി ഇതുപോലെ ഏതൊക്കെ നമുക്ക് ഉണ്ടാക്കാം? നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? ഫിഷ്. ഇത് ഫിഷാണ്, ഇത് സ്റ്റാറാണ് അല്ലേ. സ്റ്റാറും ഫിഷും കൂടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? സ്റ്റാർ ഫിഷ് അല്ലേ. STARFISH. എന്താണ്ടായത്? സ്റ്റാർ ഫിഷ് വന്നു. അടുത്തത് എന്താണ്? അടുത്തത് വരുന്നൊരു ബാഗും ഉണ്ട്, ഒരു ഹാൻഡും ഉണ്ട് അല്ലേ. ഹാൻഡും ഉണ്ട്, ബാഗും ഉണ്ട്. അപ്പോൾ എന്താണ്? ഹാൻഡും ബാഗും കൂടി കഴിഞ്ഞാൽ എന്ത് വരും? ഹാൻഡ് ബാഗ് അല്ലേ. കയ്യിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന ബാഗിന് എന്ത് പറയാം? ഹാൻഡ് ബാഗ് എന്ന് പറയാം. അപ്പോൾ ഹാൻഡ് ബാഗാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാം. ഇനി 2ാമത്തെ ആക്ടിവിറ്റിയാണ്, നോക്കാം നമുക്ക്. കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻസ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ഹൂ, വൈ, വാട്ട് അതൊക്കെ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മളോട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തെഴുതാനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം എക്സാമ്പിളായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? വേർ ഡിഡ് പാറു ലിവ്? പാറു എവിടെയാണ് ജീവിച്ചിരുന്നത്? പാറു ലിവ്ഡ് ഇൻ എ റിമോട്ട് വില്ലേജ്. പാറു ഒരു ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ഡാഷ് വാസ് പാറൂസ് റിയൽ നെയിം. എന്തായിരുന്നു പാറുവിൻ്റെ ശരിക്കുള്ള പേര്? എന്ത് എന്ന് ചോദിക്കുമ്പോൾ എന്താ വരിക? വാട്ടാണ് വരിക കേട്ടോ, WHAT. അപ്പോൾ വാട്ടിൻ്റെ മീനിങ് എന്താണ്? എന്ത്. വാട്ട് ഈസ് യുവർ നെയിം അല്ലേ. വാട്ട് ആർ യു ഡൂയിങ്? എന്ത് അല്ലേ. വാട്ട് ഈസ് യുവർ ബ്രദേഴ്സ് നെയിം അല്ലേ. അതൊക്കെ ചോദിക്കുമ്പോൾ എന്താ വരുന്നത്? വാട്ടാണ് വരുന്നത്. അപ്പോൾ വാട്ട് വാസ് പാറൂസ് റിയൽ നെയിം? പാറൂസ് റിയൽ നെയിം വാസ് പാർവതി എന്ന് എഴുതാം. ഓക്കെ, ഇതെന്താ? ഡാഷ് അഡ്വൈസ് പാറു ടു റിട്ടേൺ ഹോം. ആരാണ് പാറുവിനോട് പറഞ്ഞത് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് അഡ്വൈസ് ചെയ്തത്, ഉപദേശിച്ചത്? അപ്പോൾ ആരാണെന്ന് ചോദിക്കണേന് എന്താ പറയുക? WHO, ഹൂ എന്നാണ് എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? ഹൂ അഡ്വൈസ് പാറു ടു റിട്ടേൺ ഹോം നമുക്ക് എഴുതണം. അപ്പോൾ എന്താണ്? ഹൂ അഡ്വൈസ് പാറു ടു റിട്ടേൺ ഹോം. ഉത്തരം എന്താ വരുന്നത്? പാറൂസ് ഗ്രാൻഡ് മദർ അഡ്വൈസ് ഹെർ ടു റിട്ടേൺ ഹോം. പാറുവിൻ്റെ ഗ്രാൻഡ് മദറാണ് അവളോട് വീട്ടിലേക്ക് പോകാമെന്ന് അഡ്വൈസ് ചെയ്തത്. 4ാമത്തെ ചോദ്യം എന്താ? ഡാഷ് ഡിഡ് പാറു ലുക്ക് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം. വൈ ആണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എന്താ വരുന്നത്? പാറു ലുക്ക് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം ബിക്കോസ് ഷി വാസ് വണ്ടറിങ് ഇഫ് ഹെർ ഫാദർ ഹാഡ് റിട്ടേൺഡ്. വീട്ടിലേക്ക് എന്തുകൊണ്ടാണ് ലുക്ക് ബാക്ക് ചെയ്തത്? എന്തുകൊണ്ടാണ് നോക്കിയത്? അവളുടെ അച്ഛൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയോ എന്ന് അവൾ വണ്ടർ ചെയ്തിരുന്നു അല്ലേ. അച്ഛൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയോ എന്ന് അവൾ ആലോചിച്ചു അല്ലേ, ചിന്തിച്ചിരുന്നു. ആക്ടിവിറ്റി 3 റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ഫോമാണ് നിങ്ങളോട്
എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം, രണ്ടെണ്ണം നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. എന്താണ്? ജിമ്മി ആൻഡ് പിങ്കി വർ ഗുഡ് ഫ്രണ്ട്സ്. ജിമ്മിയും പിങ്കിയും എന്താണ് അതായി പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്, നല്ല കൂട്ടുകാരായിരുന്നു അല്ലേ. വൺ ഡേ ദേ വർ പ്ലേയിങ് അണ്ടർ എ ബിഗ് മാംഗോ ട്രീ. ഒരു ദിവസം വലിയൊരു മാവിൻ്റെ ചോട്ടിൽ അവർ രണ്ടുപേരും കളിക്കുകയായിരുന്നു. ദേ ഹേർഡ് എ സ്ക്വീക്കിംഗ് സൗണ്ട് ഫ്രം സംവെയർ. അപ്പോൾ എവിടെ നിന്നോ അവർ ഒരു സ്ക്വീക്കിംഗ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അണ്ണാനൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, സ്ക്യൂറലൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, അതിനെയാണ് സ്ക്വീക്കിംഗ് സൗണ്ട് എന്ന് പറയുക. അങ്ങനെ ഒരു ശബ്ദം കേട്ടു. ജിമ്മി ലുക്ക് എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അത് എന്താക്കി നമ്മൾ LOOKയുടെ കൂടെ ഒരു ED കൂടി ചേർത്തിട്ട് ലുക്ക്ഡ് അപ്പ്. ജിമ്മി മുകളിലേക്ക് നോക്കി. ഹി സോ എ സ്ക്യൂറൽ ഗ്രീഡിലി ഈറ്റിംഗ് എ റൈപ്പ് മാംഗോ. അവൻ എന്താ കണ്ട, മുകളിലേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ മുകളിലൊരു അണ്ണാനിരുന്നിട്ട് ഒരു റൈപ്പ് മാംഗോ, അതായത് പഴുത്ത ഒരു മാങ്ങ ഇരുന്ന് തിന്നുന്നുണ്ടായിരുന്നു. ഓ റൈപ്പ് മാംഗോസ്, ജിമ്മി കോൾഡ് ഔട്ട് ലൗഡ്ലി. ഓ പഴുത്ത മാങ്ങകളോ എന്ന് പറഞ്ഞിട്ട് ജിമ്മി എന്താണ് കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞു. എന്താ പറയുന്നത്, പിങ്കി റിക്വസ്റ്റ് ജിമ്മി ടു ഗെറ്റ് ദ റൈപ്പ് മാംഗോ. പിങ്കി റിക്വസ്റ്റഡ്, ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ അല്ലേ, ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എന്താ പറയുക, ഐ റിക്വസ്റ്റഡ് ഹിം, ഐ പ്ലേഡ് വിത്ത് ഹിം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിങ്കി റിക്വസ്റ്റ് ചെയ്തു ആ മാംഗോസ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജിമ്മി എന്താ ചെയ്തത്, അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എപ്പോഴും. അപ്പോൾ പിക്ക്ഡ്, എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കും, ED എന്നുള്ളൊരു വേർഡ് കൂടി ചേർക്കും. അപ്പോൾ ജിമ്മി എന്താ ചെയ്തത്, ജിമ്മി പിക്ക്ഡ് അപ്പ്, PICKയുടെ കൂടെ എന്ത് ആഡ് ചെയ്യും, ED കൂടി ആഡ് ചെയ്യും. ജിമ്മി പിക്ക്ഡ് അപ്പ് സം ഷാർപ്പ് സ്റ്റോൺസ് ഫ്രം ദ ഗ്രൗണ്ട്. ജിമ്മി എന്താ ചെയ്തത്, കുറച്ച് കൂർത്ത കല്ലുകൾ ഗ്രൗണ്ടിൽ നിന്ന് എടുത്തു. ആൻഡ് ഡാഷ് ത്രോയിങ് ദം. എന്താ ചെയ്തത്, ആൻഡ് സ്റ്റാർട്ട് ത്രോയിങ് ദം ആണോ, അല്ല, ആൻഡ് സ്റ്റാർട്ടഡ് ത്രോയിങ് ദം എന്ന് എഴുതണം കേട്ടോ. സ്റ്റാർട്ടഡ് ത്രോയിങ് ദം അപ്പ് അറ്റ് ദ മാംഗോസ്. അപ്പോൾ കല്ല് പെറുക്കിയിട്ട് അവൻ എന്ത് ചെയ്തു, ആ മാംഗോസിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു തുടങ്ങി. എ ബിഗ് റൈപ്പ് മാംഗോ ഫെൽ ഓൺ ദ ഗ്രൗണ്ട്. വലിയൊരു മാമ്പഴം എന്താണ്, നിലത്തേക്ക് വീണു അല്ലേ, വലിയൊരു മാമ്പഴം നിലത്തേക്ക് വീണു. പിങ്കി ആൻഡ് ജിമ്മി റാൻ ഫാസ്റ്റ് ടു പിക്ക് ദ മാംഗോ. പിങ്കിയും ജിമ്മിയും വേഗം ആ മാങ്ങ പെറുക്കാൻ ഓടിപ്പോയി. വൈൽ റണ്ണിങ് പിങ്കി പുഷ് ജിമ്മി അല്ലേ. അപ്പോൾ ഓടുമ്പോൾ എന്താ ചെയ്തത്, പിങ്കി എന്ത് ചെയ്തു, ആ മാങ്ങയുടെ അടുത്ത് എത്താറായപ്പോൾ പിങ്കി ജിമ്മിനെ എന്ത് ചെയ്തു, പുഷ് ചെയ്തു. അപ്പോൾ പിങ്കി പുഷ്ഡ്, PUSHED, പുഷ്ഡ് എന്ന് എഴുതണം. പുഷ്ഡ് ജിമ്മി ആൻഡ് സ്നാച്ച്ഡ് ദ മാംഗോ. സ്നാച്ച് എന്ന് പറഞ്ഞാൽ എന്താ, തട്ടിപ്പറിക്കുക. അപ്പോൾ സ്നാച്ചിൻ്റെ കൂടെ ED എഴുതിയാൽ എന്താണ്, സ്നാച്ച്ഡ് എന്ന് എഴുതുക. പുവർ ജിമ്മി, ഹി ഡിഡ്ന്റ് ഗെറ്റ് ദ മാംഗോ. പാവം ജിമ്മി, കല്ലെറിഞ്ഞ് വീഴ്ത്തിയത് ജിമ്മിയാണല്ലേ, പക്ഷേ ജിമ്മിക്ക് മാമ്പഴം കിട്ടിയില്ല. ഓൺ സീയിങ് ജിമ്മി സാഡ് ഫേസ് പിങ്കി ഷെയർ ദ മാംഗോ വിത്ത് ഹിം. അപ്പോൾ ജിമ്മിയുടെ ആ എന്താണ് സങ്കടപ്പെട്ട മുഖം കണ്ടപ്പോൾ പിങ്കി എന്ത് ചെയ്തു, ആ മാംഗോ ഷെയർ ചെയ്തു. ഷെയർ എങ്ങനെ എഴുതുക, SHARED. ഓക്കെ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഞാൻ ആ യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ലുക്ക്ഡ്, റിക്വസ്റ്റഡ്, പിക്ക്ഡ്, സ്റ്റാർട്ടഡ്, പുഷ്ഡ്, സ്നാച്ച്ഡ്, ഷെയർഡ്. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 4 വേൾഡ് ഫാമേഴ്സ് ഡേ ആണ്, മെയ് 14. അപ്പോൾ എന്താ പറയുന്നത്, പാറു വിചാരിച്ചു എന്നെ ഗ്രാൻഡ് മാൻ ഒന്ന് സർപ്രൈസ് ചെയ്യണം അല്ലേ, ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാറു ഗ്രാൻഡ് മദറിന് വേണ്ടി ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുകയാണ്. ഫാമേഴ്സ് ഡേയിലാണ്, വേൾഡ് ഫാമേഴ്സ് ഡേ, മെയ് 14 ആ ഒരു കാർഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാർഡാണ് നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രീറ്റിംഗ് കാർഡ് പ്രിപ്പയർ ചെയ്യാം. ഇതുപോലെ ഹാപ്പി ഫാമേഴ്സ് ഡേ എന്നൊക്കെ കൊടുത്തിട്ട് ഗ്രീറ്റിംഗ് കാർഡ് പ്രിപ്പയർ ചെയ്യാം കണ്ടോ. ഇങ്ങനെ കൊടുക്കാം, ഹാപ്പി ഫാമേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ചിത്രങ്ങൾ വരച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാം. കണ്ടോ. ലെറ്റ് us salute all the farmers for all the hard work they put in to make sure that we never sleep hungry. ഫാമേഴ്സ് ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട് അല്ലേ. ഒക്കെ ഭക്ഷണം കഴിക്കാനുള്ള അരിയൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ്, ഇങ്ങനെയുള്ള ഫാമേഴ്സ് ആണല്ലേ. നമുക്ക് പൈസ കൊടുത്ത് കടയിൽ നിന്ന് അത് മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നത് ഫാമേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫാമേഴ്സിനെ നമുക്ക് സെല്യൂട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, വരുന്ന ആക്ടിവിറ്റി 5 പാറു ആൻഡ് ഹെർ ഗ്രാൻഡ് മദർ വേർ ഇൻ ദ പാഡി ഫീൽഡ്. പാറും അവളുടെ ഗ്രാൻഡ് മദറും പാഡി ഫീൽഡിലായിരുന്നു.
യു ഹാവ് സീൻ സച്ച് പാഡി ഫീൽഡ്സ് ഹാവൻ യു? നിങ്ങളും ഇങ്ങനത്തെ പാഡി ഫീൽഡ്സ് കണ്ടിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഡ്രോ എ പിക്ചർ ഓഫ് എ പാഡി ഫീൽഡ് ഇൻ യുവർ നോട്ട്ബുക്ക്. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് ഇറ്റ്. ഇതുപോലെയുള്ള പാഡി ഫീൽഡിൻ്റെ ഒരു പിക്ചർ വരയ്ക്കാൻ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ എഴുതാനും പറയുന്നുണ്ട്. ഓക്കെ, പിക്ചർ കാണിക്കാം. ഇതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. ഇതാണ് പാഡി ഫീൽഡിൻ്റെ പിക്ചേഴ്സ് വരുന്നത്. കണ്ടോ? ടെക്സ്റ്റ് ബുക്കിൻ്റെ നിങ്ങൾക്ക് ഈ ഒരു പാഡി ഫീൽഡിൻ്റെ പിക്ചറായിട്ട് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് വരയ്ക്കാം. ഇനി എന്താണ് പാഡി ഫീൽഡിനെ പറ്റി കുറച്ച് വേർഡ്സ് എഴുതാൻ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. നമുക്കിങ്ങനെ എഴുതാം. പാഡി എന്താണ്? പാഡി ഈസ് എ ടൈപ്പ് ഓഫ് ക്രോപ്പ് ഗ്രോൺ ഇൻ ദ ഫീൽഡ്സ്. ഇങ്ങനെ കൃഷിസ്ഥലങ്ങളൊക്കെ ഗ്രോ ചെയ്യുന്ന ഒരു ക്രോപ്പാണ് പാഡി. ഇറ്റ് ഈസ് എ മെയിൻ സോഴ്സ് ഓഫ് റൈസ്. നമുക്ക് റൈസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇങ്ങനെയുള്ള പാഡി ഫീൽഡ്സിൽ നിന്നാണ്. പാഡി പ്ലാന്റ്സ് ഗ്രോ ടാൾ വിത്ത് ഗ്രീൻ ലീവ്സ്. നല്ല പച്ച നിറത്തിലുള്ള ഇലകളിൽ അതിങ്ങനെ ഉയരത്തിൽ നിൽക്കും. പാഡി ഫീൽഡ്സ് നീഡ് എ ലോട്ട് ഓഫ് വാട്ടർ ടു ഗ്രോ. അല്ലേ, പാഡി ഫീൽഡ്സിന് അത് ഗ്രോ ചെയ്യണമെങ്കിൽ കുറേ വെള്ളം അത്യാവശ്യമാണ്. അപ്പോൾ അത് എഴുതാം. ആക്ടിവിറ്റി 6 ആണ്. എച്ചു അമ്മ എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ഗ്രീൻ പാഡി ഫീൽഡ്. She held the green plants close to her chest and started singing a beautiful folk song. അല്ലേ, ആ അമ്മമ്മ ആ പാഡി എടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പാട്ട് പാടുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു നാടൻ പാട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് എഴുതിയിട്ടുള്ളത്? വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്. വി പ്ലോ ദ സോയിൽ, വി ടിൽ ദ സോയിൽ, വി സോ ദ സീഡ്സ്, വി സീ ദം ഗ്രോ, വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. ഞങ്ങളാണ് ഈ മണ്ണിൽ പണിയെടുക്കുന്ന ഫാമേഴ്സ് അല്ലേ. ആ നിലമൊക്കെ ഉഴുതു മറിച്ചിട്ട് അതിൽ സീഡ്സ് വിത്തുകൾ പാകി അത് മുളയ്ക്കുന്നത് കാണുന്നതൊക്കെ ഞങ്ങളാണ് അല്ലേ. ചെടിയായിട്ട് നാമ്പിട്ട് വരുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. ഈ ഒരു ലോകത്തിൽ ഞങ്ങളുടെ ഈ ഒരു കൃഷിസ്ഥലത്ത് ഞങ്ങൾ ഹാപ്പിയാണ്. നെക്സ്റ്റ് എന്താണ്? വി ആർ ഫാമേഴ്സ് ഇൻ ദിസ് ലാൻഡ്. ബാക്കി നമുക്ക് എഴുതാം. വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്. വി വർക്ക് സോ ഹാർഡ്, വി ലവ് അവർ ഫീൽഡ്, വി വാട്ടർ ദ പ്ലാന്റ്സ്, വി നർച്ചർ ദം, വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, പരിശ്രമം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാഡി ഫീൽഡ് ഇഷ്ടമാണ്. അതിന് നനയ്ക്കുന്നത് ഞങ്ങളാണ്. അതിനെ കെയർ ചെയ്യുന്നത്, അതിനെ പരിപാലിക്കുന്നത്, നർച്ചർ ചെയ്യുന്നതും ഞങ്ങളാണ്. ഈ ഒരു ലോകത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ് എന്നാണ് പറയുന്നത്. അടുത്തത് എന്താ? വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്. ഇറ്റ്സ് അവർ ഹോം, ഇറ്റ്സ് അവർ ജോയ് ടു സ്പെൻഡ് ടൈം ഹിയർ ഫ്രം ഡോൺ ടു ഡസ്ക്. വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. ഞങ്ങളാണ് ഈ മണ്ണിൽ പണിയെടുക്കുന്ന ഫാമേഴ്സ്. ഇത് ഞങ്ങളുടെ വീടാണ്. ഇത് ഞങ്ങളുടെ സന്തോഷമാണ്. ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ, ചെലവഴിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഡോൺ ടു ഡസ്ക് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങൾ ഈ ഒരു വേൾഡിൽ ഹാപ്പിയാണ് എന്നാണ് പറയുന്നത്. ആ ഒരു ആക്ടിവിറ്റിയുടെ ആൻസേഴ്സ് വരുന്നത്. ഇനി ആക്ടിവിറ്റി 7 ആണ്. ഇതാണ് അവസാനത്തെ ആക്ടിവിറ്റി. എന്താണ്? ഇവിടെ ഒരു പ്രോഗ്രാമിൻ്റെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കണിക്കത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ലബ്ബ്, ഫാമേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നാണ്? ചിങ്ങം 1-നാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള നോട്ടീസാണ്. അപ്പോൾ നോട്ടീസ് എഴുതുമ്പോൾ ഏറ്റവും മുകളിൽ എന്ത് കൊടുക്കും? ആരാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്? അവരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഫാമേഴ്സ് ക്ലബ്ബ് കണിക്കത്തൂർ ഗ്രാമപഞ്ചായത്ത് ഫാമേഴ്സ് ഡേ സെലിബ്രേഷൻസ് നോട്ടീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്? ഡിയർ ഫ്രണ്ട്സ്, വി ഹാവ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഫാമേഴ്സ് ഡേ ഓൺ ചിങ്ങം 1st. ആസ് എ പാർട്ട് ഓഫ് സെലിബ്രേഷൻ വി വുഡ് ലൈക്ക് ടു ഓണർ മിസ്സിസ് ജാനകി അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നോട്ടീസിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. ആദ്യം ഹെഡിങ് പോലെ കൊടുക്കുന്നുണ്ട്. ഡിയർ ഫ്രണ്ട്സ് എന്ന് സംബോധന ചെയ്യുന്നുണ്ട്. ഡേറ്റ്, എന്നാണ് നടക്കുന്നത് അത് കൊടുത്തിട്ടുണ്ട്. ടൈം കൊടുത്തിട്ടുണ്ട്. വെന്യൂ, എവിടെ വെച്ചാണ് നടക്കുന്നത് എന്ന് കൊടുക്കുന്നുണ്ട്. ഓൾ ആർ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്? സെക്രട്ടറിയുടെ പേരും സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോഗ്രാമിൽ എന്തൊക്കെയുണ്ട്? വെൽക്കം സ്പീച്ച് ഉണ്ട്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ഉണ്ട്, ടോക്കൺ ഓഫ് ലവ് ടു മിസ്സിസ് ജാനകി അമ്മ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഫെലിസിറ്റേഷൻ ഉണ്ട്, വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോടും ഇതുപോലെ എന്ത് പറഞ്ഞിട്ടുണ്ട്? നിങ്ങളുടെ സ്കൂളിലെ ഫാമേഴ്സ് ക്ലബ്ബ് ഒരു ഹാർവെസ്റ്റ് ഓഫ് വെജിറ്റബിൾസ്, അതിൻ്റെ വിളവെടുക്കുന്നത് അതൊരു സെലിബ്രേഷനായിട്ട് കൊണ്ടാടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടീസാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോട്ടീസ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫോമാറ്റാണ് ഫോളോ ചെയ്യേണ്ടത്. കണ്ടോ, ഇതുപോലെ ഒരു റെക്റ്റാങ്കിളിൽ ഒരു ബോക്സ് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഹെഡിങ് കൊടുക്കണം. ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, എന്താണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്, പിന്നെ നോട്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു തലക്കെട്ടും കൊടുക്കുക. പിന്നെ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതുക. ഏത് ഡേറ്റിലാണ് നടക്കുന്നത് അത് കൊടുക്കുക, സമയം കൊടുക്കുക, ഏത് വെന്യൂവിലാണ്, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് അതും കൊടുക്കുക. ലാസ്റ്റ് എന്ത് കൊടുക്കണം? ഓൾ ആർ ഇൻവൈറ്റഡ്, നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് കൊടുക്കുക.
കൊടുക്കുക. നിങ്ങളുടെ സ്ഥലം ഏതാണ്? കണിക്കത്തൂരാണെങ്കിൽ കണിക്കത്തൂർ എന്ന് കൊടുക്കുക. തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ കൊടുക്കുക. ഏതാണ് ഡേറ്റ്, അതായത് ഈ ഡേറ്റ് വരുന്നത് എപ്പോഴും എന്താണ്, ഈ ഡേറ്റ് ഇത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ ഒരു പരിപാടി നടക്കുന്നത് 17/8 ഓഗസ്റ്റ് 17 നടക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 17 മുമ്പുള്ള ഒരു ഡേറ്റ് ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. കണ്ടോ, ഇവിടെ ഓഗസ്റ്റ് 1 എന്നാണ് കൊടുക്കുന്നത്. പിന്നെ ആരാണ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നത്? സെക്രട്ടറിയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്, അത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒരു പ്രോഗ്രാം ചാർട്ടും കൊടുക്കണം. ആ ദിവസം എന്തൊക്കെ പരിപാടികളാണ്, ആരൊക്കെയാണ് അത് അവതരിപ്പിക്കുന്നത്, അതുകൂടി കൊടുക്കുക. കണ്ടോ, അതും ഇതുപോലെ ഒരു ബോക്സിൽ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ബോക്സ് വരച്ചിട്ടില്ല, നിങ്ങൾ ബോക്സ് വരച്ച് വേണം എഴുതാൻ കേട്ടോ. അപ്പോൾ എന്താണ്, ഫാമേഴ്സ് ക്ലബ്ബ്, ഹോളി ക്രോസ് സ്കൂൾ, ഏതെങ്കിലും നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കുക. ഞാനിവിടെ ഹോളി ക്രോസ് സ്കൂൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഹാർവസ്റ്റ് ഡേ ആണ്, അത് എഴുതിയിട്ടുണ്ട്. നോട്ടീസും കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. ഡിയർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട്സ് എന്ന് കൊടുക്കുക. The Farmers Club of Holy Cross School will be celebrating the harvest of vegetables grown in our vegetable garden. Join us for a fun-filled harvest day where we will pick ripe tomatoes, pumpkins and more. As a part of the program, we would like to honor Mrs. Roshni, recipient of Karshagashri Award 2024. ഡേറ്റ് കൊടുക്കുന്നുണ്ട്, ടൈം കൊടുക്കുന്നുണ്ട്, വെന്യൂ എവിടെ വെച്ചാണ് നടത്തുന്നത് അതും കൊടുത്തു. ഓൾ ആർ ഇൻവൈറ്റഡ്. സ്ഥലം എന്താണ്? കണിക്കത്തൂർ. നിങ്ങളുടെ സ്ഥലം ഏതാണെങ്കിൽ അത് കൊടുക്കാം. സെക്രട്ടറി എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? നോട്ടീസ് പ്രിപ്പയർ ചെയ്യാം. ഒരു ബോക്സ് വരച്ചിട്ട് വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ, അത് മറക്കരുത്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? സ്റ്റുഡൻസിനോട് പറയുകയാണ്, ഫാമേഴ്സ് ക്ലബ്ബ് ഇങ്ങനെ ഒരു ഹാർവസ്റ്റ് ഓഫ് വെജിറ്റബിൾസ്, വിളവെടുപ്പ് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിലുണ്ടായ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ വിളവെടുപ്പാണ് നടത്തുന്നത്. അപ്പോൾ അതൊരു ഫൺഫിൽഡ് ആക്ടിവിറ്റി ആണല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ എല്ലാവരും വരണം. നമ്മളെന്താണ് അവിടെ ഉണ്ടായ ടൊമാറ്റോസും തക്കാളിയും പംകിൻസും ഒക്കെ ഇതുപോലെ വിളവെടുക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 2024 കർഷകശ്രീ വിന്നറായ മിസ്സിസ് റോഷ്നിയെ നമ്മൾ അനുമോദിക്കുന്നുണ്ട്, ഓണർ ചെയ്യുന്നുണ്ട് അല്ലേ, അനുമോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും ഭാഗമാവാൻ പറയുന്നുണ്ട്. 10-ാം തീയതിയാണ്, ഫെബ്രുവരി 10 ഈ ഒരു പരിപാടി. സമയം 10 മണിക്കാണ്. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. സെക്രട്ടറിയുടെ പേരും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നോട്ടീസ്. അടുത്ത് വരുന്ന എന്താണ്, നമുക്ക് പ്രോഗ്രാംസ് കൊടുക്കണം. ഇതും ബോക്സിൽ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. പ്രോഗ്രാം എന്താണ്? വെൽക്കം സ്പീച്ചാണ്. മിസ് റേച്ചലാണ് സെക്രട്ടറി, ഫാമേഴ്സ് അസോസിയേഷൻ. നെക്സ്റ്റ് വരുന്നത് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ആരാണ് ചെയ്യുന്നത്? അനുരാജാണ്, ഹെഡ് ഗേൾ ആണ് സ്കൂളിൻ്റെ. ഇനോഗ്രേഷൻ ആരാ ചെയ്യുന്നത്? മിസ്റ്റർ ഡേവിഡ് തരകനാണ്, മേയറാണ്. ടോക്കൺ ഓഫ് ലവ് മിസ്സിസ് അഞ്ജന ദാസ് ആണ്, PTA പ്രസിഡൻറ്റ്. ഫെലിസിറ്റേഷൻ മിസ്റ്റർ അൻവർ റഹീം, ടീച്ചർ ഇൻചാർജ്. വോട്ട് ഓഫ് താങ്ക്സ് അനിക എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? സെക്രട്ടറി, ഫാമേഴ്സ് ക്ലബ്ബ്, സ്കൂളിലെ ഫാമേഴ്സ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പേരും കൊടുക്കാം, അവർക്കൊരു ടൈറ്റിൽ, അവരെന്താണ് ചെയ്യുന്നത് അതുകൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോഗ്രാം ചാർട്ടും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസ് വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും മറക്കാതെ. താങ്ക്